ശ്രീ ശ്രീകുമാരൻ പ്രിയങ്കരനായ ശ്രീ മോഹൻലാൽ, പ്രിയപ്പെട്ട അംബൂസിനാവ്, പ്രിയങ്കരനായ ശ്രീ ഗോപാലൻ, എന്നും പർവ്വതന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നോടൊപ്പം എപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ ശർമ്മ, ശ്രീ സലീംകുമാർ, ഞാൻ മത്സരിക്കുമ്പോൾ എല്ലാ കാലത്തും കാലമായി എന്നെ സഹചര്യന്മാർ ശ്രീ ഹരിക്കാൻ ശ്രീ നാരായണപുരിയുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ഞാൻ ആലോചിക്കാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വപ്നത്തിന്റെ പ്രാർത്ഥനയുടെ തീയതിയാണ് ജാതിമതങ്ങളെയും മറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യുന്ന, പള്ളികളിൽ പോയി മുട്ടുമുട്ടി പ്രാർത്ഥിക്കുന്ന, എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളികളായ പതിനായിരങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും ഞാൻ ഈ സാഹചര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുവരികയാണ്. ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും അപമാന കാലത്ത് അത് തല കുറിച്ച് നിൽക്കേണ്ട സ്ഥിതിയുണ്ടാവുകയാണ്. ഞാൻ ഈ കസേരയിൽ കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് ആവർത്തിക്കുന്നു. ഒരു പഴൂരാനും അപമാനകാലത്ത് തലവെച്ച് നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളെ സംബന്ധിച്ചില്ല. കേരളത്തിൽ ബഹുമാനനായ ശ്രീ മോഹൻലാൽ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഓരോ വരികളും ശ്രദ്ധിക്കുകയാണ്. അത് കേരളത്തിലെ മലയാളികളുടെ മുഴുവൻ പ്രതികരണത്തെ സംസാരിക്കുന്നത് അതൊരു സ്വപ്നമാണ്. അത് കേരളത്തിലെ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ അർപ്പണബോധത്തിന്റെ മണിക്കൂറുകളും നിമിഷങ്ങളുമായിരിക്കും ഞാനായിരിക്കുന്നത്. നിങ്ങളുടെ ജനപ്രതിനിധി അധികാരത്തിന്റെ പ്രത്യാശയുടെ പോലെ പോകുന്ന പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്. ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസിക്കുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഈ മനോഹരമായ അർപ്പിക്കൽ നമ്മൾ നേരത്തെ അതേ സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ എന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം നേടി തൊഴിൽ നേടി ലക്ഷങ്ങളാണ് വിദേശത്തേക്ക് പോകുന്നത് തുറന്നു. അവരുടെ മാതാപിതാക്കളോടൊപ്പം കേരളത്തിൽ നിന്ന് നന്നായി പഠിച്ച് നല്ല ജോലി കിട്ടുന്നതിനുള്ള അവസരം നമ്മളെ നമ്മുടെ കേരളത്തിലുണ്ടാകും. ഞാൻ വിശദമായി പറയുന്ന എല്ലാ ബജറ്റ് പ്രവർത്തനങ്ങളോടും ധനകാര്യോടുകൂടി ഏറ്റെടുക്കുന്നവരാണത്. അത് വെല്ലുവിളിയായതുകൊണ്ടാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുക, ജനപരമായി
പൂവാക്കിയത് പൂവോളം അറിയാതെ ജനങ്ങളെ ചോദിക്കാതെ ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഏതൊക്കെ ഏറ്റവും വലിയ പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചു. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായ മന്ത്രാലയം ഇന്ത്യയിൽ ആദ്യമായി ചെയ്യുന്നതാണ്. ഒരു സമൂഹം എങ്ങനെയാണ് പരിശുദ്ധമായ ആ സമൂഹത്തിലെ മുതിർന്നവരെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും പരിശുദ്ധ സമൂഹമാക്കി മുതിർന്നവരെ ആദരിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, പുതിയതായിട്ടുള്ള ശ്രദ്ധിക്കുന്നവരായി വരാനിരിക്കുന്ന തലമുറകൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന, സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കേരളം നമുക്കുണ്ടാകണം. ഒറ്റയ്ക്ക് കഴിയുന്നവര് നമുക്ക് ടീം ആവണം, ഒരു ടീം തിരിയണം. കേരളത്തിൽ എല്ലാവരും പിടിച്ചു നിന്നുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്നുള്ള കേരളമുണ്ട്. ജാതി മതങ്ങളില്ലാതെ എല്ലാവരും സാഹോദര്യത്തോട് നിൽക്കുന്ന കേരളം. ഈ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, എന്റെ കേരളം, നമ്മുടെ കേരളം മതേതര കേരളമാണ്. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഈ യാത്രയിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ടുകാലമായി കണ്ണിമറ്റുമാരെ എന്നുള്ള സ്നേഹവും വാത്സല്യവും എല്ലാവരെയും കൂടിച്ചൂടി തന്നിട്ടുള്ള, മാറിപ്പോയി തന്നിട്ടുള്ള ജനതയാണ് നിങ്ങൾ. ആ നിങ്ങൾ, ഞാൻ നിങ്ങളെ എത്തി നിൽക്കുമ്പോൾ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളെയാണ്, നിങ്ങളെ മാത്രമാണ് എന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഈ നാടിനെയും നിങ്ങളെയും മറക്കില്ല, മറക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒന്നാക്കി മാറ്റിയ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.